സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അയില വെച്ച് ഒരു മപ്പാസ് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: അയില മുറിച്ച് വരയിട്ട് വെച്ചത്, ഒരു തേങ്ങയുടെ ഒന്നാം പാല്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, ഒരു തക്കാളി മുറിച്ചത്, ഒരു 4 മാങ്ങ ഉണക്കിയത്, ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത്, ഒരു 10 വെളുത്തുള്ളി മുറിച്ചത്, ഒരു സവോള മുറിച്ചത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം തേങ്ങയുടെ വലുപ്പം അനുസരിച്ച് ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ച് വെക്കണം. ചിലപ്പോൾ അരമുറി തേങ്ങയുടെ പാലെടുത്താലും മതിയാവും. ഇനി മീനിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പിട്ട് ഈ പൊടികളിൽ നിന്ന് കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്യാനുള്ള പാകത്തിൽ കുഴച്ച് വയ്ക്കാം. കൈകൊണ്ട് ചേർത്തെടുക്കുന്നതാണ് നല്ലത്. മസാല ചേർത്ത് വെച്ച ശേഷം 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് മീൻ വറുത്ത് മാറ്റി വയ്ക്കാം. അധികം ഡ്രൈ ആയി ഫ്രൈ ചെയ്യേണ്ടതില്ല. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ 2 നുള്ളു ഉലുവ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി മുറിച്ചതും പച്ചമുളക് മുറിച്ചതും ഇഞ്ചി മുറിച്ചതും സവോള മുറിച്ചതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇതിലേക്ക് ഇടാതെ മാറ്റി വയ്ക്കാം. ഏത് മീൻ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല സ്വാദായിരിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കണം എന്നേ ഉള്ളൂ.
നിങ്ങൾ ഇതുവരെ ഈ കറി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് ബാക്കി വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നേരത്തെ ഇതിൽ നിന്ന് കുറേശ്ശെ പൊടിയെടുത്താണ് മീനിൽ തേച്ച് വെച്ചത്. കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഓയിൽ എടുക്കുമ്പോൾ ഓർക്കുക, എന്ത് ഓയിലാണെങ്കിലും അധികമായാൽ മോശമാണ്. ഞങ്ങളോട് ഒരു ഡോക്ടർ പറഞ്ഞതാണ് ഓയിൽ എടുക്കുമ്പോൾ ഓർക്കണമെന്ന്. ഇതിലേക്ക് തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 6 കഷ്ണം ഉണങ്ങിയ മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇല്ലെങ്കിൽ എന്തെങ്കിലും പുളിയിട്ടാലും മതിയാകും. ഇനി ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ തിളച്ച് മാങ്ങയുടെ പുളി ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത മീനും ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ളു പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെക്കാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കരുത്. തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കണം. ഇനി നേരത്തെ ഡ്രൈ ചെയ്ത് വറുത്തെടുത്ത ഉലുവ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ മീൻ പൊടിയാതെ നോക്കണം. ഇടയ്ക്കിടെ മീൻ മറിച്ചിടുന്നത് നല്ലതാണ്.
ഇനി കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി തിള വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് കറി വറുത്തിടാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ കുറച്ച് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. നല്ല സ്വാദുള്ള കറിയാണ്. ഒന്ന് നിങ്ങളും മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.